ഒരു വൻ തട്ടിപ്പിന്റെ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് മുക്കുബണ്ടം പണയം വെച്ച 69 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേർ പിടിയിൽ. വാളിക്കോട്ടെ ഫിനാൻസ് സ്ഥാപനത്തിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. പല ദിവസങ്ങളിലായി 129 വ്യാജ സ്വർണ്ണവളകളാണ് പണയം വെച്ചത്. റിനു ശ്രീധർ തിരുവനന്തപുരം. റിനു, ഒരു വല്ലാത്ത തട്ടിപ്പാണ്, 69 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ്. അതും 129 മുക്കുബണ്ടം പുതഞ്ഞ അല്ലെങ്കിൽ വ്യാജ സ്വർണം നൽകിയിട്ടും അറിഞ്ഞില്ല എന്നതും വിചിത്രമാണ്. എന്താണ് വിവരങ്ങൾ? സുഹൈല, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് വാളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്വകാര്യ പണയം ഇടപാട് സ്ഥാപനത്തിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ചുള്ളിമാനൂർ സ്വദേശി അജ്മൽ, മടത്തറ ചല്ലിമുക്ക് സ്വദേശിനി അൻസീന എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിൽ ആയിട്ടുള്ളത്. ഏകദേശം 69,28,000 രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. ഇരുവരും ചേർന്ന് പല ദിവസങ്ങളിലായി 129ഓളം വ്യാജ സ്വർണ്ണവളകൾ പണയം വെച്ചാണ് ഈ തുക കൈപ്പറ്റിയത്. ഈ വളകളുടെ മുകളിൽ സ്വർണം പൂശുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതാണ് ഇവർക്ക് തിരിച്ചറിയുവാൻ വേണ്ടി കഴിയാതെ പോയത്. തുടർന്ന് ഈ പണയം സ്വീകരിച്ച ഈ സ്വർണം ഉരുപ്പടികൾ ഒരു ബാങ്കിന്റെ ലോക്കറിൽ കൊണ്ടുവെക്കുന്നതിന് വേണ്ടി എത്തുമ്പോഴാണ് ഇത് സ്വർണം പൂശിയതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. തുടർന്ന് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഇവരെ പിടികൂടുകയും ചെയ്യുകയായിരുന്നു. നിലവിൽ കൂടുതൽ കണ്ണികൾ അല്ലെങ്കിൽ കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെടാനുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഇതൊരു ചങ്ങലയാണ്, ഒരു ഗ്യാങ് ആണ് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഉടനെ ഇവരെ കൂടി പിടികൂടാനാകും എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാണ്. നിലവിൽ ഇപ്പോൾ 2 പേർ മാത്രമാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. എന്തായാലും 2 പേരല്ല, അതിനപ്പുറത്തേക്ക് ഒരു വലിയ കണ്ണി ഉണ്ടെന്ന ഒരു നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം തുടരുന്നത്. 129 മുക്കുബണ്ട വളകൾ പണയം വെച്ച് 69 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. മറ്റൊരിലേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.